ഹായ് ഫ്രണ്ട്സ്, എസ് എൻ ക്രിയേഷൻസ് ബൈ താഹി എന്ന നമ്മുടെ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നൊരു അടിപൊളി പാർട്ടി വെയർ ഡിസൈൻ ചെയ്യാം കേട്ടോ. അപ്പം പാറ്റേൺ ഇതാണ് കേട്ടോ. നല്ല കറക്റ്റായിട്ട് റൗണ്ടിനൊക്കെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴത്തായിട്ട് കുറച്ച് ഫ്ലവേഴ്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ഫ്ലവേഴ്സ് വരച്ചിട്ടുണ്ട്, കുറച്ച് റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പിന്നെ ചെറിയ ചെറിയ റൗണ്ട്സ് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ഫ്ലവറിൽ വരണമെന്ന് വെച്ചാൽ നമുക്ക് സെന്ററിൽ ഒരു സ്റ്റോൺ വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ് വെച്ചിട്ട് ഫ്ലവർ പോലെ ചെയ്യുന്നുണ്ട്. പിന്നെ ഒരു 5 പെറ്റലുള്ള ഒരു ഫ്ലവറും ഇവിടെ ചെയ്തിട്ടുണ്ട് കേട്ടോ. വളരെ ഈസിയാണ് ചെയ്യാനായിട്ട്. പിന്നെ ഈ റൗണ്ട് വരുന്ന ഭാഗത്ത് നമുക്ക് ഇതുപോലെ വൈറ്റ് ഷുഗർ ബീഡ്സ് വെച്ച് ചെറിയ ഫ്ലവറും ചെയ്യുന്നുണ്ട്. സ്പ്രെഡിങ് പോലെ 3 ഷുഗർ ബീഡും വെച്ചെടുക്കുന്നുണ്ട്. അപ്പൊ ഇതാണ് പാറ്റേൺ വരുന്നത്. നമുക്ക് യോക്കിലോ നമ്മുടെ ഡ്രസ്സിന്റെ യോക്കിലോ ഫ്രോക്കിലോ നമുക്ക് സൽവാറിലോ എന്തിനു വേണമെങ്കിലും ഈ വർക്ക് ചെയ്തെടുക്കാം. നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കേട്ടോ. അപ്പൊ കറക്റ്റായിട്ട് ഞാനിതാ ഇവിടെ മെറ്റീരിയലിലേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് എവിടെയൊക്കെയാണോ ഫ്ലവേഴ്സ് വേണ്ടത് അവിടേക്ക് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് ഫ്ലവേഴ്സ് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 5.5 ഇഞ്ച് ലെങ്തും 6 ഇഞ്ച് വിഡ്ത്തും കൊടുത്തിട്ടാണ് കേട്ടോ നെക്ക് മാർക്ക് ചെയ്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ ഇതുപോലെ 3 ടൈപ്പ് മെറ്റീരിയൽസ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. വൈറ്റ് ഷുഗർ ബീഡ് എടുത്തിട്ടുണ്ട്, ഇതുപോലെ വൈറ്റ് ട്രാൻസ്പെറന്റ് കട്ട് ബീഡ് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതുപോലെ വൈറ്റ് കളർ സ്റ്റോൺ വേണം കേട്ടോ. അപ്പോൾ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. നീഡിൽ നമ്പർ 12 ആണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ നോർമൽ സ്വിംഗ് ത്രെഡ് ആണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കാവേ. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുതേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കിയാലോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമ്മളൊരു ഫ്ലവർ ചെയ്തിട്ടുണ്ട്. അപ്പം ബാക്കി വരുന്ന എല്ലാ ഏരിയയിലും ഇതുപോലെ തന്നെയാണ് കേട്ടോ ഫ്ലവർ ചെയ്ത് പോരേണ്ടത്. സെന്ററിൽ ഒരു സ്റ്റോൺ, അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഷുഗർ ബീഡ്, പിന്നെ നമുക്ക് കട്ട് ബീഡ് വെച്ച് ഇതുപോലെ എല്ലാ പെറ്റലും ചെയ്തെടുക്കുക കേട്ടോ. 5 പെറ്റലാണ് വരുന്നത്. ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇതുപോലെ വൈറ്റ് പേൾ സെന്ററിലായിട്ട് വെക്കുന്നുണ്ട്. അതിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു 10 വൈറ്റ് ബീഡ്സ് വെച്ചിട്ട് ഒരു ഫ്ലവർ പോലെ ചെയ്യുന്നുണ്ട്. നേരത്തെ നമ്മൾ വൈറ്റ് പേൾസിന്റെ കാര്യം പറയാൻ വിട്ടുപോയതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് 3 ഷുഗർ ബീഡ് വീതം ചെറിയൊരു ട്രയാങ്കിൾ പോലെ ചെയ്തെടുക്കുവാണ് വേണ്ടത്. 3 ഷുഗർ ബീഡ് മാത്രമേ വെക്കുന്നുള്ളൂ.
ഓക്കെ, അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടും ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കേണ്ടത്. ഇതുപോലുള്ള കട്ട് ബീഡ് വെച്ചുള്ള ഫ്ലവറും ചെയ്യണുണ്ട്. പിന്നെ നമുക്ക് സെൻറ്ററിലായിട്ടൊരു വൈറ്റ് ബീഡ് കൊടുത്തിട്ട് നമുക്ക് ഷുഗർ ബീഡ് വെച്ചിട്ട് ഫ്ലവറും ചെയ്തെടുക്കുന്നുണ്ട്. സ്പ്രെഡിങ് ആയിട്ടും കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ് കേട്ടോ. അപ്പോൾ നമ്മളിത് യാമി ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തിട്ടുള്ള വർക്കാണ് കേട്ടോ. നമുക്ക് ഇതിൻ്റെ ഫൈനൽ ലുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു വർക്കാണ്. ഇതിപ്പം ക്രോപ്പ് ടോപ്പിലാണ് ചെയ്തേക്കുന്നത്. നമുക്ക് സൽവാറിലോ അല്ലെങ്കിൽ നമുക്ക് ഗൗണിലോ കുട്ടികളുടെ ഫ്രോക്കിലോ വേണമെങ്കിൽ നമുക്ക് ദുപ്പട്ട ഡിസൈനൊക്കെ ചെയ്യാൻ പറ്റും. നല്ലൊരു ഡിസൈനാണ്. അപ്പോൾ ഇന്നത്തെ ഈ വർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണേ. അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി വീണ്ടും വരും വരെ ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.